നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ABVP പഠന ശിബിരത്തിന് സമാപനം. ശിബിരം നടന്നത് കാഞ്ഞങ്ങാട്ട്. മുക്കുപണ്ട തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാത്തതിൽ ദുരൂഹത. കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയെന്ന ആശങ്കയുമായി ഇടപാടുകാർ. സംഘശക്തി വിളിച്ചോതി തൊഴിലാളി സമ്മേളനം. CITU കാസർഗോഡ് ഏരിയ സമ്മേളനത്തിന് സമാപനമായി. കേരളത്തിലെ ആദ്യ അഗ്രോ അക്കോ ടൂറിസം പദ്ധതി ജില്ലയിൽ. പദ്ധതി ആരംഭിക്കുന്നത് നീലേശ്വരം അഴിത്തലയിൽ. കസബ കടപ്പുറത്ത് പുതുതായി കടൽഭിത്തി തെളിഞ്ഞു. കടൽഭിത്തി കാണാനെത്തുന്നത് നൂറുകണക്കിനാളുകൾ. ചോർന്നൊലിക്കുന്ന കൂരയിൽ ഭയരഹിതരായി ഒരു കുടുംബം. കരളലിയിക്കുന്ന ഈ കാഴ്ച ബോവിക്കാനം മൂലനടുക്കത്ത്. വാർത്തകൾ വിശദമായി. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ഇപ്പോൾ തീവ്രവാദികളായ രാക്ഷസന്മാരും പിറന്നിരിക്കുകയാണെന്ന് ABVP ദേശീയ സംഘടനാ സെക്രട്ടറി G. ലക്ഷ്മണൻ. ABVP സംസ്ഥാന പഠന ശിബിരം നെല്ലിത്തറയിൽ സമാപിച്ചു. ABVP സംസ്ഥാന പഠന ശിബിരം കാഞ്ഞങ്ങാട്ട് നെല്ലിത്തറയിലാണ് നടക്കുന്നത്. ABVP ദേശീയ സംഘടനാ സെക്രട്ടറി G. ലക്ഷ്മണൻ പഠന ശിബിരം ഉദ്ഘാടനം ചെയ്തു. हम दिन चार रहे या ना रहे, तेरा वैभव सदा रहेगा, which means mother Bharat, we may live for few years on this land, but your glory will be forever. So we will live and we will die for the sake of this country. That is the meaning of that slogan. Just now we paid homages to our martyrs, those who sacrificed their lives for the sake of motherland. ഹൈദരാബാദിലും JNUവിലും കണ്ട ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സമാനമായ സംഭവങ്ങളാണ് കേരളത്തിലും നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് CK രാഗേഷ് അധ്യക്ഷനായി. സോണൽ സെക്രട്ടറി സഞ്ജയ് പാജ്പോർ, സംസ്ഥാന സെക്രട്ടറി A. പ്രസാദ്, കാസർഗോഡ് ജില്ലാ കൺവീനർ വൈശാഖ് കേളോത്ത്, സ്വാഗത സംഘം ചെയർമാൻ കേണൽ H. അശോക് കിണി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ നടന്ന മുക്കുപണ്ട തട്ടിപ്പ് കേസ് ഇനിയും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാത്തതിൽ ദുരൂഹത. ലോക്കൽ പോലീസ് അന്വേഷിച്ച ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തില്ലെങ്കിൽ അട്ടിമറിക്കപ്പെടാനാണ് സാധ്യത. മുട്ടത്തൊടി സഹകരണ ബാങ്കിൽ നിന്ന് തുടങ്ങിയ മുക്കുപണ്ട തട്ടിപ്പ് ജില്ലയിലെ മറ്റു ബാങ്കുകളിലും കണ്ടെത്തിയിട്ട് നാളുകളേറെയായെങ്കിലും സംഭവത്തിന്റെ നിജസ്ഥിതിയെക്കുറിച്ച് ഇനിയും വ്യക്തമല്ല. ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ലോക്കൽ പോലീസ് IG മുഖേന ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ മുക്കുപണ്ട തട്ടിപ്പാണ് ജില്ലയിൽ പല ബാങ്കിലും നടന്നത്. പനയാൽ ഉദുമ അർബൻ ബാങ്കിൽ 40 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി ആറാട്ടുകടവിലെ PV രജനി കഴിഞ്ഞ ദിവസം പോലീസിൽ കീഴടങ്ങിയിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാവാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ആറാട്ടുകടവ് ശാഖാ മാനേജറായ രജനിയെപ്പോലെ ഈ കേസിൽ ഉൾപ്പെട്ടവരെല്ലാം ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. ഇവർക്ക് ജാമ്യം ലഭിക്കുന്നതിലൂടെ ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പിലിക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ കാലിക്കടവ് ശാഖയിലും സമാന രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നത്. മുട്ടത്തൊടി ബാങ്കിന്റെ 2 ശാഖകളിലെ തട്ടിപ്പാണ് ആദ്യം പുറത്തുവന്നത്. ഇവിടെ മാത്രം 4 കോടിയിൽ പരം രൂപയുടെ മുക്കുപണ്ട തട്ടിപ്പാണ് നടന്നത്. യഥാർത്ഥ പ്രതികൾ പലരും ഇപ്പോഴും വലയ്ക്ക് പുറത്താണ്. കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടില്ലെങ്കിൽ ഇവയെല്ലാം തേച്ചുമായ്ച്ചു കളയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് KCN. CITU കാസർഗോഡ് ഏരിയ സമ്മേളനം സമാപിച്ചു. സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു സമ്മേളനം നടന്നത്. സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടന നൽകി പ്രവർത്തിക്കുന്നു. യൂണിയൻ സംഘടനകൾ ജാതിക്കും മതത്തിനും അതിൻ്റെ എല്ലാം പേരിൽ സംഘടനകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷേ 1970 CITU പറഞ്ഞു, രൂപീകരിച്ചുള്ള നേതാക്കന്മാർ പറഞ്ഞു, ഞങ്ങൾ രാജ്യത്തെ തൊഴിലാളികളെ സംഘടിപ്പിക്കും. അത് ഹിന്ദു ആയാലും കൊള്ളാം, മുസ്ലിം ആയാലും കൊള്ളാം, പാർസി ആയാലും കൊള്ളാം, ഏത് മതമായാലും കൊള്ളാം. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ അധ്വാനത്തിൽ ജീവിക്കുന്ന തൊഴിലാളിയെ വർഗമെന്ന രീതിയിൽ സംഘടിപ്പിക്കാൻ CITU പ്രതിജ്ഞാബദ്ധമാണ്. ആർക്കും മെമ്പർഷിപ്പ് കൊടുക്കും. രാഷ്ട്രീയ പാർട്ടിയുടെ നിറം നോക്കി മെമ്പർഷിപ്പ് ഒഴിവാക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. നോക്കൂ പ്രിയപ്പെട്ട സഖാക്കളെ, ഇപ്പോൾ 46 കൊല്ലം പിന്നിടുമ്പോൾ
ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളുടെ ഐക്യമുന്നണിയുടെ ഐക്യസമരസമിതിയുടെ നേതാവായി നമ്മുടെ സംഘടന പ്രവർത്തിക്കുന്നു. എ. നാരായണൻ അധ്യക്ഷത വഹിച്ചു. നെല്ലിക്കുന്ന് ആസ്ട്രോൾ വാച്ചസ് കമ്പനി സ്ഥലത്ത് പുതിയ വ്യവസായ സംരംഭം ആരംഭിച്ച് തൊഴിലവസരം സൃഷ്ടിക്കണമെന്ന് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മോഹനൻ പന്നിപ്പാറ, കെ. പി. പുരുഷോത്തമൻ, എം. രാമൻ, പി. ജാനകി, എ. രവീന്ദ്രൻ, ഗിരികൃഷ്ണൻ, കെ. വി. ലക്ഷ്മണൻ, പി. വി. കുഞ്ഞമ്പു, കെ. ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. നീലേശ്വരം അഴിത്തലയിൽ അഗ്രോ അക്വ ടൂറിസം പദ്ധതി. ഇത് കേരളത്തിലെ ആദ്യത്തെ പദ്ധതി. പദ്ധതിയുടെ രൂപരേഖ നീലേശ്വരം സഭ ഈ മാസം 21-ന് ടൂറിസം വകുപ്പ് മന്ത്രിക്ക് കൈമാറും. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏത് തീരത്തെയും വെല്ലുന്ന അഴിത്തല ബീച്ച് ഇന്ത്യയുടെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രയത്നങ്ങളുടെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അഴിത്തല ടൂറിസം വില്ലേജായി മാറുന്നു. ഇതിനായി ടൂറിസം വില്ലേജിന്റെ പ്രൊജക്ട് പണിപ്പുരയിൽ പുരോഗമിക്കുകയാണ്. ടൂറിസം വില്ലേജിനു പ്രാധാന്യം നൽകുന്ന വാർഷിക പദ്ധതികൾക്ക് നീലേശ്വരം നഗരസഭ രൂപം നൽകി. വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി നടന്ന വികസന സെമിനാറിൽ ഇക്കാര്യം അവതരിപ്പിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ടൂറിസം വില്ലേജിന്റെ പ്രൊജക്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതോടെ കേരളത്തിലെ ആദ്യത്തെ ആഗ്രോ അക്വാ ടൂറിസം പദ്ധതിയായി അഴിത്തല മാറുമെന്ന സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ആധുനിക രീതിയിലുള്ള പാർക്കുകളും കൃത്രിമ നീന്തൽക്കുളവും റോഡ് ലൈറ്റുകളും കുട്ടികൾക്കുള്ള പ്രത്യേക റൈഡുകളും സൂര്യാസ്തമയ ദൃശ്യ സൗകര്യവും പൂന്തോട്ടവും ഉൾപ്പെടെ 8 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്കായി യുവ എഞ്ചിനീയർ കിരണിന്റെ സഹായത്തോടെ നഗരസഭാ സെക്രട്ടറി NK ഹരീഷാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഈ മാസം 21-ന് റിപ്പോർട്ട് ടൂറിസം മന്ത്രിക്ക് സമർപ്പിക്കാനാണ് തീരുമാനം. ടൂറിസം മന്ത്രി പരിശോധിച്ച് മാറ്റം വരുത്തിയതിനു ശേഷം കൗൺസിൽ മുമ്പാകെ പ്രൊജക്ട് അവതരിപ്പിക്കും. തുടർന്ന് ബന്ധപ്പെട്ടവരുമായുള്ള കൂടിയാലോചനകൾക്കു ശേഷം 3 മാസത്തിനുള്ളിൽ പ്രൊജക്ടിന് തുടക്കമാകും. ഇതിന്റെ ഭാഗമായി ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിക്കാനും തീരുമാനമായി. കസബ കടപ്പുറത്ത് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപം കടൽ ഭിത്തി കണ്ടെത്തി. ഇവിടെ കുന്നുകൂടിയ പൂഴി കടലെടുത്തപ്പോഴാണ് കടൽ ഭിത്തി തെളിഞ്ഞു വന്നത്. 3 പതിറ്റാണ്ട് മുമ്പുള്ള കടൽ ഭിത്തിയാണ് പൂഴി കൊണ്ട് നിറഞ്ഞ് വലിയ കൂനയായി രൂപാന്തരപ്പെട്ടത്. ഇവിടെ നിന്നും വൻതോതിൽ പൂഴി നീങ്ങിയതോടെ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ സ്റ്റേജ് കടലെടുക്കുന്ന അവസ്ഥയിലായി. കടൽക്ഷോഭം രൂക്ഷമായ കസബ കടപ്പുറത്ത് വർഷകാലത്തിന്റെ ആദ്യ ആഴ്ച തന്നെ റോഡടക്കം വെള്ളത്തിൽ മുങ്ങിയിരുന്നു. വെള്ളം കടലിലേക്ക് തിരിച്ചിറങ്ങിയപ്പോഴാണ് പൂഴി വൻതോതിൽ ഇവിടെ നിന്നും നീങ്ങിയത്. ആദ്യത്തെ ഫിഷറി സ്കൂൾ മുതൽ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാഗം വരെയാണ് പഴയ കടൽ ഭിത്തി തെളിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പൂർണ്ണമായും പൂഴി കടലെടുത്തത്. പഴയ കടൽ ഭിത്തി കാണാൻ ഇവിടെ താമസിക്കുന്നവരും മറ്റുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറുമ്പ ഭഗവതി ക്ഷേത്രത്തോട് ചേർന്ന് 50 മീറ്റർ നീളത്തിലാണ് പഴയ കടൽ ഭിത്തി തെളിഞ്ഞത്. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരുമ്മയും 3 പെൺമക്കളും ഭീതിയോടെ കഴിയുന്നു. ബോവിക്കാനം മൂലനടുക്കം ലക്ഷം വീട് കോളനിയിലാണ് ഈ ദുരിത കാഴ്ച. ഈ വീട്ടിൽ ആരും ഉറങ്ങാറില്ല. ഓരോ മഴയും ഓരോ കാറ്റും അവരെ പേടിപ്പിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് വാചക കസർത്ത് തീർത്ത് ഞാൻ നിങ്ങളെ കരയിപ്പിക്കുന്നില്ല. പുറത്ത് മഴ തിമിർത്ത് പെയ്യുമ്പോൾ മൂലനടുക്കം ലക്ഷം വീട് കോളനിയിൽ എന്ന് ഫീസ എന്ന ഉമ്മയുടെ മനസ്സിൽ സങ്കടത്തിൻ്റെ 1000 പെരുമഴക്കാലം ഒന്നിച്ചു പെയ്യുകയാണ്. 4 പെൺമക്കളാണ് ഈ വീടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവരെ എങ്ങനെയാണ് ഞങ്ങൾ ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത്? 4 പെൺമക്കളും രോഗിയായ ഭർത്താവും ഒപ്പം തകർന്ന മരുന്ന വീടും അവരെ വല്ലാതെ കരയിപ്പിക്കുന്നു. 3 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ വീട്ടിലാണ് മഴയെയും കാറ്റിനെയും പേടിച്ച് 8 ജീവിതങ്ങൾ ജീവിതത്തെ ജീവിച്ച് തീർക്കുന്നത്. പുറത്ത് പെയ്യുന്ന മഴ ഇവിടെ അകത്തും പെയ്യുന്നുണ്ട്. മേൽക്കൂര ചോർന്നൊലിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ മേൽക്കൂര അമർന്നു. ഇനി ഒന്നുകൂടി അമർന്നാൽ അത് വീഴുന്നത് ഞങ്ങളുടെ ദേഹത്തായിരിക്കുമെന്ന് പറഞ്ഞ് അവർ വിതുമ്പുകയാണ്. 30 കൊല്ലമായി പരയിൽ നിൽക്കുന്നതും ചോർന്നിട്ട് നിസ്കരിക്കാനും കിടക്കാനും ഒന്നും പറ്റുന്നില്ല. 4 പെണ്ണ് മക്കൾ ഒപ്പാൾക്ക് സുഖമില്ല. അതുകൊണ്ട് ഈ പരയിൽ നിസ്കരിക്കാനും ഇതാക്കാനും ഒന്നും പറ്റുന്നില്ല. വലിയ ബേജാറിലാണുണ്ടത്. പരയില്ലാത്തതുകൊണ്ട് പര ഇടിഞ്ഞ് പൊളിഞ്ഞിട്ട് അമർന്നിട്ട് നിൽക്കുന്നുണ്ടത്. നഫീസയ്ക്ക് 4 പെൺമക്കളാണുള്ളത്. അതിൽ 3 പേരുടെ കല്യാണം കഴിഞ്ഞു. ഒരാൾ മാത്രം ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഒരാൾ ഭർത്താവ് ഉപേക്ഷിച്ച് ഈ വീട്ടിലേക്ക് മടങ്ങി വന്നു. മറ്റൊരാൾ കല്യാണം കഴിഞ്ഞുവെങ്കിലും വീട്ടിൽ തന്നെയാണ്. പിന്നെ വിവാഹപ്രായമെത്തിയ മറ്റൊരു മകളുമുണ്ട്. ഒരു മകളുടെ 2 കുട്ടികളും ഇതേ വീട്ടിലാണ് താമസിക്കുന്നത്. നിത്യരോഗിയായ ഭർത്താവും പെൺമക്കളും മാത്രമുള്ള ഈ വീട് പലപ്പോഴും അരപ്പട്ടിണിയിലാണ്. പട്ടിണി ഞങ്ങൾ സഹിക്കുമായിരുന്നു. പക്ഷേ തലചായ്ക്കാൻ ഒരിടമില്ലാതെ ഈ പെൺമക്കളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകേണ്ടതെന്ന് ആ ഉമ്മ കണ്ണീരോടെ ചോദിക്കുന്നു. മരണം പോലുമല്ല, ജീവിതമാണ് മനുഷ്യനെ തോൽപ്പിക്കുന്നത്. റിയാലിറ്റി ഷോകൾ കണ്ട് കൈയടിക്കുന്ന സഹോദരിമാരെ, നിങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്ന ഇതേ ഭൂമിയിലാണ് ഇവർ തലചായ്ക്കാൻ പോലും ഒരിടമില്ലാതെ
കരഞ്ഞു തളർന്നു പോകുന്നത്. മഴവെള്ളം നിറഞ്ഞ് ചെളിക്കുളമായി മാറിയ മുറികളിൽ അവർ ജീവിതത്തെ ജീവിച്ചു തീർക്കുന്നു. AC-യും എയർ കൂളറും ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റാത്ത നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇവർ ചെളി നിറഞ്ഞ മുറിയിൽ കിടന്നുറങ്ങുന്നത്. എന്തൊരു ജീവിതമാണിത്! കുട്ടികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതിനെ തുടർന്ന് ജില്ലയിലെ ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലേക്ക്. ജില്ലയിലുള്ള 2 ടെക്നിക്കൽ ഹൈസ്കൂളിലായി ആകെയുള്ളത് പകുതിയോളം സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്നു. ഹൈസ്കൂൾ പഠനത്തോടൊപ്പം സാങ്കേതിക പരിജ്ഞാനവും നൽകി കുട്ടികളെ ഭാവിയിൽ തൊഴിലിനുകൂടി സജ്ജരാക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് കുട്ടികൾക്ക് പ്രിയം കുറയുന്നു. മൊഗ്രാൽ, പുത്തൂർ, ചെറുവത്തൂർ എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ ഉള്ളത്. 8ാം തരത്തിലേക്കാണ് ഇവിടെ കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നത്. 8ാം തരത്തിൽ ചെറുവത്തൂരിൽ 120ഉം മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 60 സീറ്റുകളുമാണ് ഉള്ളത്. എന്നാൽ ചെറുവത്തൂരിൽ ഇത്തവണ പ്രവേശനം നേടിയത് 69 കുട്ടികൾ മാത്രം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 17 കുട്ടികളുടെ കുറവാണ് 8ാം തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. മൊഗ്രാൽ പുത്തൂരിൽ 8ാം തരത്തിൽ ഇത്തവണ എത്തിയത് 46 കുട്ടികളാണ്. ചെറുവത്തൂരിൽ 8 മുതൽ 10 വരെ ക്ലാസുകളിലെ കണക്കെടുക്കുമ്പോൾ 148 സീറ്റുകളും മൊഗ്രാൽ പുത്തൂരിൽ 52 സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. 2 ഇടങ്ങളിലും കൂടി പഠനം നടത്തുന്ന പെൺകുട്ടികളുടെ എണ്ണം 2 ആണ്. 2013 വരെ മലയാളമായിരുന്നു ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെ പഠന മാധ്യമം. എന്നാൽ പിന്നീടത് ഇംഗ്ലീഷിലേക്ക് മാറ്റുകയും ചെയ്തു. ഇംഗ്ലീഷിൽ പഠനം പൂർത്തിയാക്കിയ ആദ്യ ബാച്ച് പുറത്തിറങ്ങി കഴിഞ്ഞു. മികച്ച വിജയശതമാനം ഉണ്ടായിട്ട് പോലും പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികൾ നന്നേ കുറഞ്ഞു. മുൻ വർഷങ്ങളിൽ യോഗ്യതാ പരീക്ഷ നടത്തിയാണ് വിദ്യാലയത്തിലേക്ക് പ്രവേശനം നൽകേണ്ട കുട്ടികളെ കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പേരിന് മാത്രം പരീക്ഷ നടത്തുകയാണ്. ഈ മേഖലയിൽ കൂടുതൽ കുട്ടികൾ വരാതിരിക്കാനുള്ള ഒരു കാര്യം, ഒന്ന് 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ്സിലാണ് ഇവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ വീണ്ടും +1, +2 എന്ന വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് വേറെ പോകേണ്ടതായിട്ടുണ്ട്. അതൊരു കാരണം തന്നെയാണ്. അതിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി എന്നൊരു സ്ഥാപനം കേരളത്തിലില്ല. അങ്ങനെ ഈ ടെക്നിക്കൽ ഹൈസ്കൂളിനോട് തന്നെ ഒരു ഹയർ സെക്കൻഡറി വിഭാഗം കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ കുട്ടികൾ പോകും. 10ാം തരം വിജയിക്കുമ്പോൾ SLC സർട്ടിഫിക്കറ്റിനൊപ്പം ITI തുല്യത ട്രേഡ് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നു എന്നതാണ് കോഴ്സിന്റെ പ്രത്യേകത. THSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് പോളിടെക്നിക് പ്രവേശനത്തിന് 10% സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. ഈ പ്രവേശനം കൂടി ലക്ഷ്യമിട്ടാണ് മുൻപൊക്കെ കുട്ടികൾ ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. ഇന്ന് ആ സ്ഥിതി മാറി. സംസ്ഥാനത്ത് ഹോസ്റ്റൽ സൗകര്യമുള്ള ഏക ടെക്നിക്കൽ ഹൈസ്കൂളാണ് ചെറുവത്തൂർ. പണ്ടൊക്കെ ലക്ഷദ്വീപിൽ നിന്ന് പോലും ഇവിടേക്ക് കുട്ടികൾ പഠനത്തിനായി എത്തിയിരുന്നു. ഓരോ വർഷം പിന്നിടുമ്പോഴും കുട്ടികളുടെ എണ്ണം ഗണ്യമായി കുറയുന്ന സാഹചര്യത്തിൽ ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അസുഖബാധിതനായ പോലീസ് സബ് ഇൻസ്പെക്ടർ മരിച്ചു. കാസർഗോഡ് കൺട്രോൾ റൂം SI കാറടുക്ക കോളിയടുക്കത്തെ കൃഷ്ണനാണ് മരണപ്പെട്ടത്. അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ 6 മാസത്തോളം കാലമായി ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. കാസർഗോഡ്, മഞ്ചേശ്വരം, ബദിയടുക്ക, കോഴിക്കോട്, താമരശ്ശേരി തുടങ്ങിയ സ്റ്റേഷനുകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ ബേർളയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. സുശീലയാണ് ഭാര്യ. രാജശ്രീ, ജ്യോതിലക്ഷ്മി, ഋഷിക എന്നിവർ മക്കളാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ അന്ത്യപ്രണാമം അർപ്പിക്കാൻ വീട്ടിലെത്തി. ഒപ്റ്റിക്കൽ ഫൈബർ വഴി വേഗതയാർന്ന സൗകര്യത്തോടെ ഗ്രാമ-നഗര വ്യത്യാസമില്ലാതെ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കും. CCN കമ്പനി വർഷാന്ത ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. ഒപ്റ്റിക്കൽ ഫൈബർ വഴി അതിശയിപ്പിക്കുന്ന വേഗതയിൽ കാസർഗോഡ് ജില്ലയിൽ ഗ്രാമ-നഗര വ്യത്യാസമില്ലാതെ കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ CCN ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായി. കാഞ്ഞങ്ങാട് രാജ് പാലസിൽ നടന്ന കമ്പനിയുടെ 12ാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ഈ തീരുമാനമായത്. അകാലത്തിൽ വിട്ടുപിരിഞ്ഞു പോയ CCN ചെയർമാൻ NH അൻവറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. ഈ സ്ഥാപനത്തിനെ ഇത്രത്തോളം വളർത്തിയത് ഈ ഇരിക്കുന്ന ഷെയർ ഹോൾഡർമാർ മാത്രമല്ല, ഇവർ നമ്മുടെ കമ്പനിയുടെ ഒരു ഏജന്റിന്റെ ഇത് പ്രമാണിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ 40ഓളം ആൾക്കാരുടെ കൂടിയുള്ളത്. ഈ ജില്ലയിലത്തെ 213ഓളം വരുന്ന ഓപ്പറേറ്റർമാരുടെ ശക്തമായ പിന്തുണ. അതുകൊണ്ടാണ് കേരളത്തിൽ CCN എന്ന് പറഞ്ഞ ഈ കമ്പനി ഏറ്റവും നല്ല തലയെടുപ്പോടെ ഇന്ന് നമ്മൾ നിൽക്കാൻ ഇടയായത്. KCCL എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി ഏറ്റവും വലിയ ഓഹരി ഉടമകൾ ആയി മാറിയതിന്റെ ഫലം ഈ നമ്മുടെ ജില്ലയിലെ എല്ലാ ഓപ്പറേറ്റർമാരുടെയും ഒരു കഴിവ് തന്നെ. CCN വൈസ് ചെയർമാൻ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. CCN MD TV മോഹനൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ പ്രദീപ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും ഡയറക്ടർ അജയൻ MR STB റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് സതീഷ് പാക്കം, COA ജില്ലാ സെക്രട്ടറി ലോഹിതാക്ഷൻ M, KCCL ജില്ലാ ഹെഡ് K രഘുനാഥ് എന്നിവർ സംസാരിച്ചു. CCN ഡയറക്ടർ ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. ഇന്റർനെറ്റ് സേവനത്തിന്റെ സാധ്യതകൾ യോഗം വിലയിരുത്തുകയുണ്ടായി.
റെയിൽടെൽ, ടാറ്റ, എയർടെൽ, കിങ്സ് ബ്രോഡ്ബാൻഡ് എന്നീ കമ്പനികളുമായി സഹകരിച്ചുകൊണ്ടുള്ള ഇന്റർനെറ്റ് സേവനമാണ് കേബിൾ TV ഓപ്പറേറ്റർമാർ ഇപ്പോൾ നൽകുന്നത്. നിലവിൽ ജില്ലയിലെ മുഴുവൻ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലും ഇന്റർനെറ്റ് സേവനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിശയിപ്പിക്കുന്ന വേഗതയും കുറഞ്ഞ നിരക്കുമാണ് മറ്റു കമ്പനികളിൽ നിന്നും കേരള വിഷനെ വേറിട്ടു നിർത്തുന്നത്. താമസിയാതെ കേരള വിഷന്റെ ബ്രോഡ്ബാൻഡും ലഭ്യമാകും. വർഷാന്ത പൊതുയോഗം പുതിയ ഭാരവാഹികളായി കെ പ്രദീപ് കുമാറിനെ ചെയർമാനായും, ഷുക്കൂർ കോളിക്കരയെ വൈസ് ചെയർമാനായും, TV മോഹനെ മാനേജിംഗ് ഡയറക്ടറായും തെരഞ്ഞെടുത്തു. 11-അംഗ ഡയറക്ടർ ബോഡിയും നിലവിൽ വന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നീലേശ്വരം ഏരിയ സമ്മേളനം നടന്നു. മടിക്കൈ മുണ്ടോട്ടായിരുന്നു സമ്മേളനം നടന്നത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നീലേശ്വരം ഏരിയ സമ്മേളനം മടിക്കൈ മുണ്ടോട്ട് വെച്ചായിരുന്നു നടന്നത്. മാധ്യമപ്രവർത്തക ആർ പാർവതി ദേവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമുക്കറിയാം, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ത്രീ എന്നുള്ളതായിരിക്കും മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഒരു പൗരയാണ്, ഒരു തൊഴിലാളിയാണ്, ഒരു പ്രത്യേക സമുദായത്തിൽ ജനിച്ച ആളായിരിക്കാം. ഈ രീതിയിലൊക്കെയാണ് ഒരു സ്ത്രീ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ നമ്മളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ പ്രശ്നം മാത്രമല്ല, പക്ഷേ ഒരു സ്ത്രീ എന്നുള്ളതിലേക്ക് സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. തൊഴിലാളികളും ദളിതരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ അവ പരിഹരിക്കപ്പെടണമെങ്കിൽ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ജനസംഖ്യയിൽ 10-ൽ കൂടുതൽ സ്ത്രീകളാണ്. PV ശാരദ അധ്യക്ഷയായി. സാവിത്രി, മടത്തനാട്ട് രാജൻ, E ചന്ദ്രാവതി, TV ശാന്ത, C പ്രഭാകരൻ, E പത്മാവതി, P ബേബി, ശാന്തകുമാരി, KV ലക്ഷ്മി, TK രവി തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചേശ്വരം പൊസോട്ടിൽ ആടി ഗുഞ്ചി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി 61ഓളം വ്യത്യസ്തങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കി. ദക്ഷിണ കന്നഡ ജില്ലയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരാഘോഷമാണ് ആടി ഗുഞ്ചി ദിന. ഓരോ കുടുംബങ്ങളും വ്യത്യസ്തങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കിയാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. മഞ്ചേശ്വരം പൊസോട്ടിനടുത്തുള്ള ഗിരീഷ് നിലയ എന്ന സ്ഥലത്ത് നടന്ന പരിപാടി തുളു നാടക ചലച്ചിത്ര നടൻ നവീൻ ഡി പടിയിൽ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഉമേഷ് നായിക് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സോമശേഖര തുളുനാട്, വാമന ഷെട്ടി റായ്മർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ശൈലജ നായിക്, രക്ഷൻ നായിക്, പരിഗെ രാമയ്യ നായിക് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഉമാവതി നായിക്കിനെ ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി അടക്കയുടെ തൊലിപറിക്കൽ, കുട്ടികളുടെ ഓർമ്മശക്തി പരീക്ഷിക്കൽ, ബ്രെഡ് തീറ്റ എന്നീ ഇനങ്ങളിൽ മത്സരം സംഘടിപ്പിച്ചു. വാർത്തകൾ തുടരുന്നു. അജാനൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിലെ പെരുന്നാൾ വിരുന്ന് കൗതുകമായി. സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അമ്മമാരുടെയും നേതൃത്വത്തിൽ പലഹാര പ്രദർശനമൊരുക്കി. അജാനൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിൽ കുട്ടികളുടെയും അമ്മമാരുടെയും നേതൃത്വത്തിലാണ് പലഹാര പ്രദർശനം നടന്നത്. വൈവിധ്യമാർന്ന പലഹാരങ്ങളുടെ അതിവിപുലമായ പ്രദർശനം ഏവരെയും ആകർഷിക്കുന്നതായിരുന്നു. തുടർന്ന് നടന്ന ഇഫ്താർ വിരുന്നിൽ ബേക്കൽ AEO രവിവർമ്മൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗോൾഡൻ സ്റ്റാർ ഇട്ടമ്മൽ സ്കൂളിനായി സംഭാവന ചെയ്ത ഊഞ്ഞാലിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ നിർവഹിച്ചു. ഇക്ബാൽ കൂട്ടായ്മ സ്കൂളിനായി നൽകിയ പ്ലേറ്റുകൾ ഹംസ പാലക്കി ഹെഡ്മിസ്ട്രസിനു കൈമാറി. തുടർന്ന് ഹംസ പാലക്കി രക്ഷാകർതൃ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പിലിക്കോട് പഞ്ചായത്തിലെ പ്രൈമറി വിദ്യാർത്ഥികൾ ഇത്തവണ തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തത് ബാലറ്റ് പേപ്പറിലൂടെ. പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഒറ്റ ദിവസമാണ് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. കുഞ്ഞുവിരലുകളിൽ മഷി പുരണ്ടു. ബാലറ്റ് പേപ്പറിലെ ചിഹ്നത്തിൽ അവർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെണ്ണി തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിന്റെ രീതികൾ പഠിക്കുകയായിരുന്നു പിലിക്കോട് പഞ്ചായത്തിലെ LP UP വിദ്യാർത്ഥികൾ. പിലിക്കോട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയാണ് എല്ലാ വിദ്യാലയങ്ങളിലും ഒരേ ദിവസം ഒരേ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഓരോ ക്ലാസ്സിൽ നിന്നും 2 പ്രതിനിധികളെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. രാവിലെ ആരംഭിച്ച വോട്ടെടുപ്പ് പഞ്ചായത്തിലെ 9 വിദ്യാലയങ്ങളിലും ഉച്ചവരെ നീണ്ടു. നടപടിക്രമങ്ങൾ നിയന്ത്രിച്ച പോളിംഗ് ഓഫീസർമാരും പ്രിസൈഡിംഗ് ഓഫീസർമാരുമെല്ലാം കുട്ടികൾ തന്നെയായിരുന്നു. ക്രമസമാധാനം നിലനിർത്താൻ കുട്ടി പോലീസും രംഗത്തിറങ്ങി. പലയിടങ്ങളിലും ഓപ്പൺ വോട്ടുമുണ്ടായി. ബാഗ്, കുട, പുസ്തകം, ബ്ലാക്ക് ബോർഡ്, കസേര എന്നിവയായിരുന്നു തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ. പൊതുതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. പത്രികാ സമർപ്പണം, സൂക്ഷ്മ പരിശോധന, പത്രിക പിൻവലിക്കൽ, പ്രചരണം, കൊട്ടിക്കലാശം എന്നിവയെല്ലാം ഈ തെരഞ്ഞെടുപ്പിനും ഉണ്ടായി. ഇത് നമ്മുടെ സ്കൂളിന്റെ ഇലക്ഷനാണ്. നമ്മൾ ഇന്ന് വളരെയധികം സന്തോഷിക്കുന്നു. കാരണം
മുൻകാല വർഷത്തിലെ തിരഞ്ഞെടുപ്പ് അല്ലാതെ മറ്റൊരു രീതിയിലാണ് ഈ തിരഞ്ഞെടുപ്പ് ഇന്നിവിടെ നടക്കുന്നത്. കുട്ടികളിലേക്ക് ജനാധിപത്യ ബോധം ഉണ്ടാക്കുക, അതായത് ഓരോ സ്ഥാനാർത്ഥിയും സ്കൂൾ പാർലമെൻറ്റിൽ നിന്ന് അവരുടെ ക്ലാസ്സിലെ പ്രശ്നങ്ങളും സ്കൂളിലെ പ്രശ്നങ്ങളും അവതരിപ്പിക്കുകയും അത് പഞ്ചായത്തിലും അങ്ങനെ മറ്റു മേഖലകളിൽ അവതരിപ്പിച്ച് സ്കൂളിൻ്റെ പുരോഗതിക്കായി കുട്ടികളെ, അതായത് നമ്മളെ ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഈ വോട്ടെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാതൃകയിൽ ടാഗ് ലൈനുകളും പ്രചരണത്തിൽ ഇടം പിടിച്ചു. കസേര വരും, എല്ലാം ശരിയാകും എന്നതായിരുന്നു പിലിക്കോട് ഗവൺമെൻറ് UP സ്കൂളിൽ കണ്ട പ്രചരണ വാചകങ്ങളിൽ ഒന്ന്. വോട്ടെടുപ്പിനായി ഓരോ വിദ്യാലയങ്ങളിലേക്കും ആവശ്യമായ ബാലറ്റ് പേപ്പറുകൾ പഞ്ചായത്താണ് എത്തിച്ചു നൽകിയത്. ഇന്നലെ വൈകുന്നേരത്തോടെ ഫലം പ്രഖ്യാപിച്ചു. 18-ന് സത്യപ്രതിജ്ഞ, നയപ്രഖ്യാപനം, പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും. പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി പിലിക്കോട് പഞ്ചായത്ത് ഈ വർഷം നടപ്പിലാക്കുന്ന വിജയരഥം വിദ്യാഭ്യാസ പദ്ധതിയിലെ 7 പദ്ധതികളിലൊന്നാണ് വിദ്യാലയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളുമായി ചന്തേര പോലീസ് നട്ടം തിരിയുന്നു. പോലീസുകാർ ഒത്തുചേർന്ന് തള്ളിയാൽ മാത്രം സ്റ്റാർട്ടാകുന്ന 2 ജീപ്പുകളാണ് ഇവിടെയുള്ളത്. തൃക്കരിപ്പുരച്ചിലൂടെ IS പ്രവേശനവുമായി ബന്ധപ്പെട്ട് രാജ്യമാകെ ചർച്ച നടക്കുമ്പോഴും ഇക്കാര്യത്തിൽ കേസ് പ്രാഥമികമായി രജിസ്റ്റർ ചെയ്യേണ്ടത് ചന്തേര സ്റ്റേഷനിലാണ്. കുറച്ചുനാളായി വിവിധ ഭാഗങ്ങളിലേക്ക് നിർത്താതെ വാഹനത്തിൽ ചുറ്റിത്തിരിക്കുകയാണ് ഇവർ. ഇത്രയും വലിയ വിഷയം സ്റ്റേഷന്റെ പരിധിയിൽ നടക്കുമ്പോൾ ഇവിടങ്ങളിലെത്തി വിവരങ്ങൾ ശേഖരിക്കാൻ പ്രവർത്തനക്ഷമമായ വാഹനം ചന്തേര സ്റ്റേഷനിലില്ല. തുരുമ്പെടുത്ത് കണ്ടം ചെയ്യാറായ വാഹനങ്ങളിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഞ്ചാരം. പുതിയ വാഹനങ്ങളില്ലെന്ന് മാത്രമല്ല, ഉള്ളവ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയാത്തവയുമാണ്. ചന്തേര സ്റ്റേഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന അല്പം മെച്ചപ്പെട്ട വാഹനം 3 ദിവസം മുമ്പ് AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ഇവിടെ വർഷങ്ങളോളം ഓടിച്ചിരുന്ന ടാറ്റ സുമോ ജീപ്പാണ് തിരിച്ച് സ്റ്റേഷനിലേക്ക് നൽകിയത്. കൊണ്ടുവന്ന അന്നു തന്നെ ഇതിൻ്റെ ടയർ പൊട്ടി. ഇപ്പോൾ സ്റ്റെപ്പിന് പോലും ഇല്ലാതെയാണ് വണ്ടി ഓടുന്നത്. മറ്റൊരു ജീപ്പാകട്ടെ കണ്ടം ചെയ്യാറായി. ഇതിൽ ഒരുവിധ അറ്റകുറ്റപ്പണി നടത്തേണ്ടതില്ലെന്ന് മുകളിൽ നിന്ന് നിർദ്ദേശവുമുണ്ട്. പലപ്പോഴും പകൽ നേരത്ത് ജീപ്പ് ഓഫാക്കി ഇടാറില്ല. ബാറ്ററി തകരാറായത് കാരണം തള്ളി വേണം സ്റ്റാർട്ടാക്കാൻ. തുരുമ്പെടുത്ത് പലയിടങ്ങളിലും പൊട്ടിത്തകർന്ന ഈ വാഹനങ്ങളിലാണ് പ്രമാദമായ കേസന്വേഷണത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ വിവിധയിടങ്ങളിലേക്ക് പോകുന്നത്. ജില്ലയിൽ മഞ്ചേശ്വരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്റ്റേഷൻ പരിധിയുള്ള സ്റ്റേഷനാണ് ചന്തേര. ഇവിടെ പുതിയ വാഹനം ലഭിച്ചിട്ട് വർഷങ്ങളായി. അതിനിടെ ഒരു ദിവസം ഒരു വാഹനം മാത്രം കഷ്ടിച്ചാവശ്യമുള്ള കാഞ്ഞങ്ങാട് കൺട്രോൾ റൂമിൽ അടുത്തിടെ എത്തിയത് 3 പുതിയ വാഹനങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ABVP പഠന ശിബിരത്തിന് സമാപനം. ശിബിരം നടന്നത് കാഞ്ഞങ്ങാട്ട്. മുക്കുപണ്ട തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാത്തതിൽ ദുരൂഹത. കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയെന്ന ആശങ്കയുമായി ഇടപാടുകാർ. സംഘശക്തി വിളിച്ചോതി തൊഴിലാളി സമ്മേളനം. CITU കാസർഗോഡ് ഏരിയ സമ്മേളനത്തിന് സമാപനമായി. കേരളത്തിലെ ആദ്യ അക്കോ ടൂറിസം പദ്ധതി ജില്ലയിൽ. പദ്ധതി ആരംഭിക്കുന്നത് നീലേശ്വരം അഴിത്തലയിൽ. കസബ കടപ്പുറത്ത് പുതുതായി കടൽഭിത്തി തെളിഞ്ഞു. കടൽഭിത്തി കാണാനെത്തുന്നത് 100 കണക്കിന് ആളുകൾ. ചോർന്നൊലിക്കുന്ന കൂരയിൽ ഭയരഹിതരായി ഒരു കുടുംബം. കരളലിയിക്കുന്ന ഈ കാഴ്ച ബോവിക്കാനം മൂലനടുക്കത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.